പോരെ? ഇപ്പറഞ്ഞ ഇനിയും പറയരുത്. നേരും നെറിയും കെട്ട് ഞാൻ ഒരു കാര്യം നടത്തിയിട്ടില്ല. ഞാനൊരു കൃഷിക്കാരനാണ്. വിള കൂട്ടാൻ മണ്ണിൽ രാസവളം ഇടാൻ പോലും കയ്യറക്കണ ആളാ ഞാൻ. ആ കുട്ടി എന്നോട് ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു. അതിന് എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഒരു നുണ കൊണ്ട് 1000 നുണകൾ കെട്ടിണ്ടാക്കാൻ ഈ നെഞ്ചിന് ശക്തി ഇല്ല മുസ്തഫ. നീ ഇങ്ങനെ ആക്രമണം കാട്ടിയാൽ എങ്ങനെ? സംഗതി ഒക്കെ നിനക്ക് അനുകൂലമായി വരുന്നുണ്ട്. കമ്മീഷനും എത്ര വേണമെങ്കിലും തരാം. ബീവാത്തിന് അത്രക്കങ്ങ് ആശിച്ചു പോയി. അയ്യടാ, ഒരു ആശക്കാരെ മോളെ പ്രായമുള്ള ഒരു കുട്ടിനെ. എനിക്ക് എന്താണ് ഒരു കുറവ്? ആരോഗ്യമില്ലേ, വരുമാനം ഇല്ലേ, തന്റെ ഇടം ഇല്ലേ? തന്റെ ഇടത്തിന്റെ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. ഉമ്പായിക്കാനോടുന്നല്ല നേരിട്ട് ഞാനൊന്ന് മുട്ടിനോക്കി. മൂപ്പർക്ക് ദേഷ്യമില്ല. ആ പിന്നെ ആദ്യം കെട്ടിയ ഭാര്യനെ ചവിട്ടിക്കൊന്നാണല്ലോ സംസാരം. നിന്റെ ഉപ്പയാണ് കൊന്നതും. നായിന്റെ മോനെ കൊന്നുപോലും. ഓള് പോയി തോന്നിച്ചത് ഞാൻ എന്ത് പിഴച്ച്? അതേർക്കല്ല നിന്റെ വേട്ടിക്കിട്ട കളി. പൊന്നുപോലെ ഓളെയാൻ നോക്കിയത്. ആ സ്നേഹം ഓള് തിരിച്ചറിയാഞ്ഞത് എന്റെ കുഴപ്പാ. പക്ഷേ ബീവാത്തിന്റെ കാര്യത്തില് അതുണ്ടാവില്ല. നിങ്ങൾക്ക് കൈ നിറയാൻ പണം തരാം. നിങ്ങൾ അത് എപ്പോ ശരിയാക്കും? നോക്കട്ടെ, ആദ്യം അയാളൊന്ന് പദം വരുത്തട്ടെ. ഇത് വെച്ചോ. ഇത് വേണ്ടില്ലായിരുന്നു. ആ ചെക്കൻ റഷീദിന് 100 വട്ടം സമ്മത. പക്ഷെ ആ ബലാല് സമ്മതിക്കണ്ടേ? ആര്? ഓന്റെ ബാപ്പ അല്ലാണ്ടാരാ? ഒരു 5 നയാ പൈസ വാങ്ങാതെ ഞാൻ ഓളെ കെട്ടുന്ന് റഷീദ്. ഇന്റെ ഹയാത്തില് നടക്കൂലെന്ന് മായനിക്കാം. പോട്ടേന്ന് നമുക്ക് യോഗമില്ല. ആളുകളുടെ കുത്തുവർത്താനം കേട്ട് കേട്ട് മതിയായി. ഒതുക്കത്തിൽ ഒന്നിനെ കിട്ടിയ 2ാം കെട്ടെങ്കിലും അത്. എന്റെ മരിപ്പ് എന്നാന്നറിയില്ല. പിന്നെ മിണ്ടാപ്രാണിയായൊരു മോനും. ഇനിയും പിടിച്ചു നിൽക്കാൻ ആവൂല മുസ്തഫ. സങ്കടപ്പെടാണ്ടിരിക്കും വായിക്ക. റബ്ബല്ലേ വലുത്. ഞാൻ പരിശ്രമിക്കാഞ്ഞിട്ടല്ല. ഞമ്മക്കതൊന്ന് ആലോചിച്ചാലോ? നീ പറയണത് എനിക്ക് മനസ്സിലായി. തൊഴിലുകൊണ്ട് കബർ വെട്ടുകാരനായതുകൊണ്ടൊന്നുമല്ല. അവന്റെ സ്വഭാവം ഇപ്പൊ കൊറേ മാറിപ്പോയി. ജുമായൊക്കെ ആള് പള്ളി പോണ്ട്. ആ ഒരു പരീക്ഷണം, എൻ്റെ മോളെ കൊണ്ടുള്ള പരീക്ഷണം. ഇന്നല്ലാണ്ട് ഞാൻ മരിച്ചു പോയാ എൻ്റെ കണ്ണടയില്ല മുസ്തഫ. വളച്ചേട്ടാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞമ്മക്ക് ഇതങ്ങോട്ട് നടത്തിയാലോ? കുഞ്ഞാലിനും വലിയ താല്പര്യത്തിലാണ്. മതിയലവി, ക്ഷീണിക്കണ്ട. ഇങ്ങോട്ട് കേറ്. ഇനി ഞാൻ ചെയ്യാം. പറയണ കേക്കണ്ട നീയെ. ഇങ്ങോട്ട് കേറാൻ. എന്റെ അളിയനാകാൻ പോകുന്നവനാണ് നീ. ബി ബാത്തുവിനെ ഞാൻ പൊന്നുപോലെ നോക്കും. അല്ലാണ്. 7ാം ബഹറിൻ ുള്ളിനൊരിക്കൻ കോട്ട രാജനടുപ്പിച്ചേ എന്താ നീ വിചാരിച്ച? കോട്ട. എന്തു പറ്റിയടാ ഒരു തരിപ്പ്? ആ കല്ലങ്ങോട്ട് മാറ്റിയിട്. 7ാം ബഹറിനുള്ളിൽ കോട്ട ഇഫിരിത്ത് രാജനടുപ്പിച്ചേ. എത്ര കാലായിട്ടുള്ള മോഹമാണെന്നറിയോ? എത്ര തവണ ഞാൻ ഉറക്കത്തിൽ കിനാവ് കണ്ടിരുന്നോ ബീബാത്തുവിന്, നിന്റെ പെങ്ങളെ. ഓളെ എടാ പൊട്ട, നിന്റെ ചെവിയും പൊട്ടിപ്പോയോ? ആ കല്ലങ്ങോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് നോക്കി നിൽക്കാതെ കല്ലങ്ങോട്ട് മാറ്റി വെക്കാൻ.
കോട്ടട ചുറ്റും കാവലിരുത്തി കമ്മാരെ തേടി പിടിച്ച് ഏഴാം ബഹറിന്റെ എന്തായി കാട്ടണേ? എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ഇനി നീ ഒരു പെണ്ണിനെ നശിപ്പിക്കരുത്. മനുഷ്യന്മാരുടെ തകർച്ചയൊന്നും മുതലെടുക്കരുത്. നീ സംസാരിക്കണം, നീ സംസാരിക്കണം. കൊല്ലരുത്, എന്നെ കൊല്ലരുത്. അലവി, വാതിൽ തുറക്കാൻ. അലവി, വാതിൽ തുറക്കാൻ. അലവി, എന്തൊരു ഉറക്കാത്. വാതില് മുട്ടി ഞാൻ തളർന്നു. ഉപ്പ വിളിക്കുന്നു. ഒരു മരണുണ്ട്. റഷീദ് ഖാന്റെ ഉപ്പ, മായൻകുട്ടിക്ക. നമ്മളെല്ലാരും റഷീദ് ഖാന്റെ വീട് വരെ പോണെന്ന്. വേണ്ടപ്പെട്ടവരുടെ വീടാന്ന ഉപ്പ പറയുന്നത്. ശരിയാണോ അലവി? Allah